ഇത് രാവിലെ ഒരു 8 മണിക്ക് മുമ്പായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ മന്ത്രി മിനിസ്റ്റർ വീണ ജോർജിനോ വി എൻ വാസവനോ ഇതൊന്നും വന്ന് ഇന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ വലിയ ദുരന്തമായി മാറും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരുന്നതിന് മുമ്പ് തന്നെ പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രോഗികൾ റൂമിലേക്ക് എത്താൻ അവരുടെ വാർഡുകളിലേക്ക് എത്താൻ ശ്രമിക്കും. അവിടെ എല്ലാ ദിവസവും രാവിലെ ഒരു 9 മണിക്ക് മുമ്പ് വലിയ തിരക്ക് ഈ കെട്ടിടത്തിൽ അനുഭവിക്കാറുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കോട്ടയത്ത് ജോലി ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തകർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. കാര്യം മിക്കപ്പോഴും നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് അവിടെ പോകാറുണ്ട്. ഏതെങ്കിലും ആളുകളുടെ ബൈറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വാർത്താ സംബന്ധമായ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സ്ഥിരമായി നമ്മൾ ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകുന്നതാണ്. നമുക്കിത് എല്ലാവർക്കും അറിയാം. ഗാന്ധിനഗറിൽ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇത് കൂടാതെ മന്ത്രി മിനിസ്റ്റർ വാസവൻ അദ്ദേഹത്തിന് വളരെ കൃത്യമായി നേരിട്ടറിയാവുന്ന കാര്യമാണിത്. അദ്ദേഹം സ്ഥിരമായി അവിടെ എത്തുന്ന ഒരാളാണ്. ഓരോ കാര്യങ്ങൾക്കും ഓരോ ചടങ്ങുകളുടെ ഉദ്ഘാടനം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം മിക്കപ്പോഴും അവിടെ എത്താറുണ്ട്. അദ്ദേഹം തന്നെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇവരുടെ ഒരു അവലോകന യോഗം 2 മിനിസ്റ്റർമാരോട് ചേർന്നുകൊണ്ട് നടത്തുന്നുണ്ടായിരുന്നു. മന്ത്രി വി എൻ വാസവനും ഉണ്ടായിരുന്നു, വീണ ജോർജും ഉണ്ടായിരുന്നു. നിയോജക മണ്ഡലമാണെന്ന് തോന്നുന്നു. അതെ, അദ്ദേഹത്തിന് ചാർജുള്ള ജില്ല അത്. കോട്ടയത്തിന്റെ ചാർജ് അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ ഓരോ ജില്ല കൊടുത്തിട്ടുണ്ടല്ലോ. ഓരോ ജില്ല കൊടുത്തതിനകത്ത് വി എൻ വാസവന് കൊടുത്തിരിക്കുന്ന ജില്ലയാണ് കോട്ടയം.